2-3 ദിവസമായിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടി ഉണ്ടെന്ന് അറിയോ? സബ്സ്ക്രിപ്ഷൻ പരിപാടി. ഹൻസിക, അതായത് കൃഷ്ണകുമാറിന്റെ മകൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്തപ്പോ ഒരുപാട് ആളുകൾ നെഗറ്റീവായിട്ട് വന്നു, ഒരുപാട് ആളുകൾ സപ്പോർട്ടായിട്ട് വന്നു. ഞാൻ ആ വീഡിയോ ചെയ്യാൻ പ്രധാനമായിട്ട് 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഇത്തരം രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരുപാട് കുട്ടികളെ വഴിതെറ്റിക്കാൻ ഒരു സാധ്യത ഇത്തരം കാര്യങ്ങളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എന്നുള്ളതാണ്. എന്നാൽ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തി തന്റെ മക്കളെ കുറിച്ചിട്ടൊക്കെ ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്ന ഒരാളാണ്. ആള് പല വീഡിയോസിലും പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, എന്റെ മക്കൾക്ക് നല്ല സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ മാന്യമായി വസ്ത്രം ധരിക്കാനുള്ള എല്ലാ ബുദ്ധിയും അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതേ ആള് തന്നെ പിന്നീട് പറയുന്ന ഒരു വാക്കുണ്ട്, മകളുടെ പ്രണയങ്ങൾ ഞാൻ സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടുണ്ട്. ഒരിക്കലും അവൾക്ക് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ കെട്ടിക്കോ എന്ന് പറഞ്ഞു. അവളുടെ കല്യാണം കഴിയുന്ന സമയത്ത് തന്നെ മറ്റുള്ള മക്കളോട് പറഞ്ഞു, ഇതേപോലെ തന്നെ എളുപ്പമാക്കി തരണേ, അങ്ങനെയാണെങ്കിൽ കുറെ പണം ലാഭിക്കാമല്ലോ എന്നുള്ളതാണ് ആ ഇന്റർവ്യൂയിലൂടെ നമ്മൾ കണ്ടതെന്നുള്ളതാണ്. ഇപ്പൊ അതുൽ വ്ലോഗ് അടക്കമുള്ള ഒരുപാട് ആളുകൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്തിട്ട് അവരെ വായ അടക്കിപ്പിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്ത് വലിയ ഊളത്തരാണല്ലേ. അദ്ദേഹം ഒരു BJP പ്രവർത്തകനാണ്. അദ്ദേഹം പലപ്പോഴും പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ നമുക്കറിയാം, നമ്മളെല്ലാവരും ചാണകമാണ്, അതാണ് ഇതാണെന്നൊക്കെ. പക്ഷെ അതിലുപരി അദ്ദേഹം ഈ ഒരു നാടിനെ സേവിക്കുന്ന, നാടിനെ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന, നാട് നല്ലതാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണല്ലോ BJPയിലേക്ക് പോയത്. അങ്ങനെയാണല്ലോ അവർ പറയുന്നത്. അങ്ങനെയുള്ള ഒരാൾ ഇപ്പൊ നരേന്ദ്രമോദിയെ കാണാൻ പോയ സമയത്ത് എത്ര മാന്യമായി വസ്ത്രം ധരിച്ചിട്ടാണ് ഇവരെല്ലാവരും പോയത്. എന്നാൽ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് തന്റെ മക്കൾ ഈ രീതിയിലേക്ക് പോകുമ്പോൾ അയാൾക്കൊന്നും പറയാൻ കഴിയാതിരിക്കുന്നത്? അത് തന്നെയാണ് അമിതമായി കൊടുത്ത സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. ഇപ്പൊ ഒരു ശീതളിസം എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട്. ആ യൂട്യൂബർ ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കുന്നതാണ്. അവർക്ക് നല്ല രീതിയിൽ BJP ചായ്വുണ്ട്. അവരുടെ പല വീഡിയോ നോക്കിയാലും മനസ്സിലാവുന്നതാണ്. ഇപ്പൊ ഞാൻ ചെയ്ത വീഡിയോയിലടക്കം ശീതൾ ഒന്നും മിണ്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വന്നു. പക്ഷെ ശീതൾ പറഞ്ഞ എന്താ നമുക്കൊന്ന് കേൾക്കേണ്ടതായിട്ടുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം എന്തായാലും. അതിന് മുന്നേ നമുക്ക് ഇവരുടെ സബ്സ്ക്രിപ്ഷൻ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നോക്കണ്ടേ. ഇപ്പൊ ഇവര് സബും കാര്യങ്ങളൊക്കെ എടുപ്പിച്ച ആളുകളുടെ അവസ്ഥ ഞാൻ നോക്കാം. ഏകദേശം 4037 ആള് 390 രൂപ കൊടുത്തിട്ട് ഇപ്പോ സബ് അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. 390 രൂപ വെച്ചിട്ട് 4037 ആള്. ഞാൻ വെറുതെ ഒന്ന് കണക്ക് കൂട്ടട്ടെ എത്രത്തോളം ഞരമ്പന്മാര് ഈ നാട്ടിലുണ്ട് എന്നുള്ളത്. 4037 ഇൻറ്റു 390, 15,74,430 രൂപയാണ് ആ ഭണ്ഡാരത്തിലേക്ക് പോകുന്നത്. എന്തിനാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എത്ര നന്മ നിറഞ്ഞ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാറുണ്ട്, ആരും കാണാൻ വരില്ല. നേരെ തിരിച്ച് ഇത്തരം കാര്യങ്ങളും ഇത്ര ഊളത്തരങ്ങളും ഒക്കെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് അറിയണമെന്ന് ആഗ്രഹം എന്നുള്ളതാണ്. പക്ഷെ ഈ വീഡിയോയുടെ ലക്ഷ്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മാന്യ മര്യാദക്ക് ജീവിക്കുന്ന രക്ഷിതാക്കൾക്കും തറവാട്ടിൽ പറഞ്ഞ മാതാപിതാക്കൾക്കും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ മക്കൾ ഇങ്ങനെ പോവാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് കണ്ടിട്ട് കുരു പൊട്ടുന്ന, അവരെങ്ങനെയാച്ച് ജീവിച്ചോട്ടടാ എന്ന് പറയുന്ന ആളുകൾ സ്കിപ്പ് ചെയ്തു പോവുക, അത്രേ പറയുന്നുള്ളൂ. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ എങ്ങനെയായാലും കുഴപ്പമില്ല എന്നാണ് അതിനർത്ഥം. ശീതൾ പറയുന്നത് കേൾക്കാം. ചിന്തയാണ്. നമ്മുടെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളുടെ മക്കളല്ല, മന്ത്രിമാരുടെ മക്കളല്ല, നമ്മുടെ സുഹൃത്തുക്കളല്ല, ആരാണെങ്കിലും അത് ഒരു മോശം കാര്യം ചെയ്താൽ അത് മോശം തന്നെയാണ്. ഇവരൊക്കെ ഈ തരത്തിലുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുന്ന ആളുകളാണല്ലോ. അവരുടെ വീട്ടുകാർക്ക് കുഴപ്പമില്ല, പിന്നെ നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നതിലൊന്നും അർത്ഥമില്ല. അവരിങ്ങനെ നോർമലായിട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നതും ഈ ഒരു ലീക്കായ വീഡിയോയിൽ വന്ന ആ പെണ്ണിന്റെ ശരീരഭാഷയൊക്കെ നാക്ക് നീട്ടി മൂക്കിൽ തൊടാൻ പോകുന്നു, പിന്നെ നെഞ്ചിട്ട് കുലുക്കുന്നു, ശരീരം വിയർത്ത ഭാഗങ്ങളൊക്കെ കാണിക്കുന്നു, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ നോക്കുന്നുണ്ട്. എന്നാൽ രഹസ്യമായിട്ട് ഒരു റൂമിൽ അടച്ചിരുന്ന് അല്ല ഇത് ചെയ്യുന്നത്. പിന്നെ കാലുകൾ അകത്തി വെച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെ പല പൊസിഷനുകൾ കാണിക്കുന്നു. ഇതൊക്കെയാണോ ഈ സബ്സ്ക്രിപ്ഷൻ എടുത്തവർക്ക് വേണ്ടി ചെയ്യുന്നത്? ഇതിന് വേണ്ടിയിട്ടുള്ളതാണോ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് നമുക്കറിയില്ല. പലരും സബ്സ്ക്രിപ്ഷനുകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അത് പ്രത്യേകമായിട്ട് നിങ്ങൾ കുറച്ചുകൂടി മൂല്യമുള്ള എന്തെങ്കിലും കാര്യം കൊടുത്തിട്ട് ആളുകളുടെ നിന്ന് പണം വാങ്ങിക്കുക, അല്ലെങ്കിൽ ഈ കാണുന്ന ആളുകൾ എന്തെങ്കിലും മൂല്യമുള്ള കാര്യത്തിന് വേണ്ടി പണം മുടക്കുക. നമ്മളൊക്കെ എത്രയോ ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു, ദൈനംദിന ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ, രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, നാടിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, ആരോഗ്യത്തെ സംബന്ധിക്കുന്നത്, ആഹാരത്തിനെ സംബന്ധിക്കുന്നത്. ഇതൊന്നും പറഞ്ഞാലും കേൾക്കാൻ ആളില്ല, ആള് കുറവാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഇടങ്ങളിൽ അല്പം വസ്ത്രം മാറ്റി കാണിച്ചാൽ ലക്ഷങ്ങൾ കൊണ്ട് മുടക്കാനും ആളുകൾ തയ്യാറാകുകയാണ്. അവർക്കതിനും മടിയില്ല. എന്ത് പറയാനാണ്, സമൂഹത്തിന്റെ പോക്ക്, സമൂഹത്തിന്റെ അധപതനം എന്നത് മാത്രമാണ് ഇക്കാര്യത്തിൽ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കാനുള്ളത്. ഒരു ഹൻസിക കൃഷ്ണ അല്ലെങ്കിൽ ഒരു 1000-കണക്കിന് പേർ, 10,000-കണക്കിന് സ്ത്രീകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലൈവ് ചെയ്യുന്നതിനെ പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഉമ്മിനീർ ഫോണിന്റെ സ്ക്രീനിൽ വീഴ്ത്തിക്കൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. അവരെ ഒന്ന് തൊടാൻ പോലും നിങ്ങൾക്ക് കിട്ടുന്നില്ല. അങ്ങനെ കിട്ടിയാലും നിങ്ങൾ വേണമെന്ന് വെക്കണോ? എന്ത് ആവശ്യത്തിനാണ്? കറക്റ്റ് പോയിന്റാ പറഞ്ഞിട്ടുള്ളത്. അവർ ഈ വിഷയത്തിൽ കൃഷ്ണകുമാറിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇവരൊരു സംഘിച്ചായ്വുള്ള ചാനൽ നടത്തുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചത് സപ്പോർട്ട് ചെയ്യുന്നുള്ളത്, പക്ഷെ അതല്ല ചെയ്തത്. ഇതിനിടയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് എനിക്ക് ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ടുണ്ട്. അത് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. ഇപ്പൊ കുറെ ആളുകൾ ഇടുന്നൊരു കമന്റ് ആണ്, കൃഷ്ണകുമാറിന്റെ ഫാമിലിയെ കുറിച്ച് എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നത്, അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്നൊക്കെ. ഞാൻ ഇവരുടെ അലമാരെ പോയിട്ട് ഒന്ന് എടുത്തിട്ട് കൊടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നതല്ല, സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോ മാത്രം റിയാക്ട് ചെയ്യുന്നത്. പിന്നെ സമൂഹത്തിനെ ഒന്ന് കുറച്ച് ചിന്തിപ്പിക്കണം എന്ന ആഗ്രഹത്തോട് കൂടിയിട്ടാണ്. ഇപ്പൊ കണ്ടില്ല, 15 ലക്ഷം രൂപയൊക്കെ ഒരു കാര്യമില്ലാതെ അവിടെയൊക്കെ കൊണ്ടായിട്ട് ഇട്ട് കൊടുക്കുന്നത് എന്നുള്ളതാണ്. എന്താടേ ഞാൻ പറയേണ്ടതായിട്ടുള്ളത്? ഇങ്ങനെ അധപ്പതിച്ചു പോകുന്ന ഒരു ജനറേഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഈ ജനറേഷൻ മുഴുവൻ ഇതിലേക്ക് ഇങ്ങനെ വഴുതി വീണുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കുറെ എണ്ണം ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെ ഒന്ന്
തിരിച്ചു കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചിട്ടാണ്, മാതാപിതാക്കളുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും കൃഷ്ണകുമാറിന്റെ ഈ വിഷയത്തിൽ സംസാരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അത്രമാത്രം സ്വാതന്ത്ര്യം അങ്ങ് ഇട്ട് കൊടുത്തിരിക്കുക എന്നുള്ളതാ. ബാക്കി ശീതൾ പറയണമെന്നും കൂടി കേൾക്കാം. എന്താ ചെയ്യല്ലേ, നാടിന്റെ പോക്ക്. കൊള്ളാം 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 കൊള്ളാം. മിടുക്കരാണ്, അവർ പണം ഉണ്ടാക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ പണം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും നിങ്ങൾക്ക് അതിലൂടെ കിട്ടാൻ പോകുന്നില്ല. ഇത്ര ലൈംഗിക ദാരിദ്ര്യമുള്ളവരുണ്ടോ? ഈ കൊച്ചു പെമ്പിള്ളാരുടെ ശരീരമൊക്കെ കണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സഹോദരിമാരും നിങ്ങളുടെ മക്കളും ഒക്കെ ഈ പ്രായത്തിലുള്ളവരൊക്കെ ഇല്ലേ? എന്ത് കാര്യത്തിനാണ് ഇങ്ങനെ കാണിച്ച പെണ്ണിനെ ഞാൻ ന്യായീകരിക്കുക? അല്ലാതെ അങ്ങേയറ്റത്തെ തെറ്റ്. പിന്നെ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ കാണിച്ചേ ജീവിക്കുകയുള്ളൂ. എല്ലാ സാഹചര്യങ്ങളും ജീവിക്കാനുള്ള ഒരു പെൺകുട്ടിയാണത് നമ്മുടെ അറിവിൽ. സാമ്പത്തികത്തിലൊന്നും ബുദ്ധിമുട്ട് നേരിടുന്ന കുടുംബമല്ല, അല്ലെങ്കിൽ ഒരു ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ടൊന്നും ധനസമാഹരണം നടത്താൻ വേണ്ടിയല്ല തുറന്ന് കാണിക്കുന്നത്. ആഡംബര ജീവിതത്തിന് വേണ്ടി പൈസ സ്വരുക്കൂട്ടുന്നത് ഇങ്ങനെയാണ് എന്നുള്ളത് ഒരു അധപ്പതിച്ച കാര്യമാണ് എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഏത് ഭാഷയിൽ പറഞ്ഞു കൊടുക്കാനാണ്? എനിക്ക് പറയാനുള്ളത് ഇക്കാര്യത്തിലും പുരുഷന്മാരോട് മാത്രമാണ്. ആരും ഇങ്ങനെയുള്ള സബ്സ്ക്രിപ്ഷനുകൾ എടുക്കാതിരിക്കുക. നിങ്ങളുടെ പൈസയും സമയവും ആരോഗ്യവും നഷ്ടപ്പെടുത്താതിരിക്കുക. യാതൊരു പ്രയോജനവും ഇല്ലാത്ത കാര്യമാണത്. ഓക്കെ, നിങ്ങൾ പറഞ്ഞ കാര്യം കറക്റ്റ് തന്നെയാണ്. ഇങ്ങനത്തെ ഉളത്തരത്തിൽ പോയിട്ട് തലയിട്ട് കൊടുത്തിട്ട് തന്നെയാണ്. ആണുങ്ങൾ മാത്രമാണ് ഇതിൽ പ്രശ്നക്കാരെന്ന് പറയുമ്പോൾ എനിക്കൊന്ന് പറയാനുണ്ട്. കാണിച്ചു കൊടുക്കാൻ ആളുണ്ടെങ്കിൽ കാണാൻ ആളുള്ള ഒരു നാടാണിത്, അല്ലെ? കാണിച്ചു കൊടുക്കാൻ ആളുണ്ടെങ്കിൽ അത് കാണാൻ ആളുണ്ടാവും. അതിൽ ഞാനാണെങ്കിലും ശരി, പെണ്ണാണെങ്കിലും ശരി. ഇവിടെ സ്ത്രീകളും പുരുഷന്മാരും എടുത്തിട്ടുണ്ട് സബ്സ്ക്രിപ്ഷൻ. പല സ്ത്രീകളും ഇതിൽ നിന്ന് എടുക്കുന്ന വീഡിയോസ് അവരുടെ ചാനൽ വഴി കട്ടിങ് ആയിട്ട് ഇടുന്നത് നമ്മൾ കാണുന്നുണ്ട്. പല ആളുകളും ഇതിനെ ഉപജീവന മാർഗമായിട്ട് എടുക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ഒരുപാട് ആളുകൾ കമന്റ് കണ്ടു. 2 ലക്ഷത്തിന് മുകളിൽ വ്യൂ വന്ന വീഡിയോസിന് ഇഷ്ടം പോലെ കമന്റ് കൃഷ്ണകുമാറിന്റെ ഫാമിലിയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വരുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ കൃഷ്ണകുമാറിന് 4 പെൺകുട്ടികളാണല്ലോ. ഈ കൃഷ്ണകുമാറിന്റെ ഫാമിലിയിൽ 3 പേരെയാണ് ഞാൻ കൂടുതൽ ഈ രീതിയിൽ ഇപ്പൊ കണ്ടിട്ടുള്ളൂ. ഒന്ന് സിനിമയിലൊക്കെ അഭിനയിക്കുന്ന അഹാന, അവരുടെ അത്യാവശ്യം ഈ ബിക്കിനി സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ഒരുപാട് അവർ തന്നെ ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത് പിന്നെ ഓസി, പേരൊന്നും എനിക്കറിയില്ല, ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ വിൽപ്പന നടത്തിയിരുന്നില്ല അവരുടെയും വലിയ രീതിയിലുള്ള ചർച്ചകൾ വന്നിട്ടുണ്ടായിരുന്നു. അവരെവിടെയോ പോയ സമയത്ത് ബിക്കിനി ഫോട്ടോയും കാര്യങ്ങളൊക്കെ പുറത്ത് വന്ന് വലിയ ചർച്ച വന്നു. അന്നേ കൃഷ്ണകുമാറിനെ എല്ലാവരും ചളി വാരി എറിഞ്ഞിരുന്നു എന്നുള്ളത്, കരി വാരി തേച്ചിരുന്നു എന്നുള്ളതാണ്. കാരണം ആ സമയത്ത് കൊടുത്ത ഇന്റർവ്യൂവിലും എന്റെ മക്കളെ നല്ല രീതിയിൽ വസ്ത്രം ധരിപ്പിക്കാൻ എനിക്കറിയാം എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ രാജ്യസ്നേഹിയായിട്ടുള്ള ഒരാള്, രാജ്യത്തുള്ള എല്ലാവരും നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കേട്ടോ, രാജ്യസ്നേഹിയാണേ. അങ്ങനെയുള്ള ആൾ ആദ്യം സ്വന്തം കുടുംബത്തിൽ നിന്ന് തുടങ്ങണ്ടേ ഈ കാര്യങ്ങൾ. ആള് പറയുന്നത് എങ്ങനെയാണ്? നല്ല വസ്ത്രം ധരിക്കുള്ളൂ, അവർക്ക് നഗ്നത മറക്കാൻ അറിയാം, ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എപ്പുറത്ത് കൂടെ നടക്കുന്ന കാര്യങ്ങൾ. അത് കാരണം കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത്, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പൊ ആയിരക്കണക്കിന് ആളുകൾ സബ് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമില്. നമ്മൾ എല്ലായിടത്തും റിയാക്ട് ചെയ്യുന്നുണ്ട് ഇല്ല? അത് ആദ്യം മനസ്സിലാക്കുക. ഇനി ഞാനൊരു വീഡിയോ കൂടെ വെച്ച് തരും, ഇതുകൂടി നിങ്ങൾ കാണണം. ഇതിൽ ചേർക്കാനുള്ളതാണ്, ഒന്ന് കണ്ടോക്കെ. രണസുനയുടെ പരിപാടി ഇതൊക്കെ തന്നെയാണെന്നുള്ളതാണ്. രണസുനയെ എന്തുകൊണ്ടാണ് ആളുകൾ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ രണസുന എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, ഇവര് ഈ കൊല്ലസുതി മരിക്കുന്നവരെ നമുക്ക് ആർക്കറിയില്ല. അത് കഴിഞ്ഞതിന് ശേഷം സിമ്പതിയിലൂടെ കടന്നു വന്നിട്ട് വെറുപ്പിക്കൽ വാങ്ങി അവസാനം ഈ സ്റ്റേജ് വരെ എത്തിയിരിക്കുക. സബ്സ്ക്രിപ്ഷൻ വരെ കാണിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തി നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ പിന്നെ റിയാക്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഇനി എന്താണ് ഈ പെൺകുട്ടി കാണിച്ചെന്നല്ലേ? ഇത് ഒന്നും കൂടി ഒറ്റ വട്ടം കൂടി നിങ്ങളൊന്ന് കാണണം, വെറുതെ ഒന്ന് കണ്ടാൽ മതി, വേറെ ഒന്നും ഇല്ല. നമ്മൾ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ടാണ്. സൈഡിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടോളൂ. ഇതാണ് അവസ്ഥ. അപ്പൊ ഇത്തരം രീതിയിൽ നമ്മുടെ മക്കൾ ആവരുത്. ഇതിലൂടെ പൈസ ഉണ്ടാക്കുന്നത് നല്ല ഒരു പരിപാടിയല്ല. ശരീരം കാണിച്ച് പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് അത്ര നല്ലൊരു കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ മക്കൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. നമ്മുടെ മക്കൾ ഇത്രയും ചതിക്കുഴലിൽ വീഴരുത്, ഇത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. കൃഷ്ണകുമാർ അത്ര നല്ല വാക്കുകൾ പറഞ്ഞിട്ട് അവസാനം മക്കൾ ഈ രീതിയിലേക്ക് പോകുമ്പോ അതൊരു നാണക്കേട് തന്നെയല്ല എന്റെ പൊന്ന് ചേട്ടായി ഇപ്പൊ ലോകം മൊത്തം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറെ ആളുകൾക്ക് ഇങ്ങനെ കോപ്പിറൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കോപ്പിറൈറ്റ് കൊടുത്തത് കൊണ്ടോ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്ന ഒരു കാര്യമില്ല. കൃഷ്ണകുമാർ ജി, താങ്കൾ പറഞ്ഞ വീഡിയോസ്, താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പൊതുസമൂഹത്തിന് മുന്നിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ നല്ലൊരു രാജ്യസ്നേഹിയാണ് എങ്കിൽ നിങ്ങൾ BJP-യിലേക്ക് പോയത് തന്നെ അതിന് വേണ്ടിയിട്ടാണെന്നല്ല പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ കുടുംബത്തിൽ നിന്നാണ് ആദ്യം തുടങ്ങേണ്ടത് എന്നുള്ളതാണ്. നരേന്ദ്രമോദിയെ കാണാൻ പോകുന്ന സമയത്ത് എല്ലാവരും നല്ല അടിപൊളി വസ്ത്രം ധരിച്ചിരുന്നത് സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നുണ്ട്. ഈ വീഡിയോന്റെ അടിയിൽ കമന്റുകൾ കിടക്കുന്നുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ കമന്റുകൾ കിടക്കുന്നുണ്ട്. എല്ലാം എഗെയിൻസ്റ്റ് ആയിട്ടാണ് വരുന്നത്. നമ്മൾ വലിയ ഡയലോഗ് അടിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, നമ്മളെ കാലിന്റെ അടിയത്തെ മണ്ണെന്നെ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. ഈ കൃഷ്ണകുമാറിനെ ഇടപെടൽ നടത്തിയിട്ട് ഇതിനെന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയില്ല. കാരണം എല്ലാവരും ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പറഞ്ഞ വാക്കുകൾ അപ്പുറത്തും കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ തന്നെ അഭിപ്രായം പറയാ. കുട്ടികളുടെ മൊബൈൽ ഫോൺ ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും നിങ്ങളൊന്ന് പരിശോധിക്കണം കേട്ടാ. ആ രീതിയിലേക്ക് പോകുന്നതിനൊന്ന് ഒരു തടയിണ വെക്കണം കേട്ടോ. അത്ര എനിക്ക് പറയാനുള്ളൂ. അതിന് മക്കളാണെങ്കിലും ശരി, പെങ്ങളാണെങ്കിലും ശരി, ഭാര്യയാണെങ്കിലും ശരി, അമ്മയാണെങ്കിലും ശരി, ഇനി മക്കൾ ആൺകുട്ടികളാണെങ്കിലും ശരി, ഇത്തരം സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ട നോക്കണം. അത് മാമനാണെങ്കിലും അച്ഛനാണെങ്കിലും ആരാണെങ്കിലും ശരി. വെറുതെ ആവശ്യമില്ലാതെ അധ്വാനിച്ച കായ് എന്തിനെ കൊണ്ടുപോയിട്ട് ഈ കുഴിയിൽ കൊണ്ടുപോയിടുന്നത്? നല്ല നല്ല ഭക്ഷണം വാങ്ങി കഴിക്കാം,
പാവപ്പെട്ട വല്ലവരെ സഹായിക്കാം, നല്ല വസ്ത്രം വാങ്ങാം, വാഹനത്തിൽ പെട്രോൾ അടിക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അത് മറന്നിട്ടാണ് ഒരു കാര്യമില്ലാതെ നമ്മൾ സൂക്ഷിച്ച നമുക്ക് നല്ലത്. ഇതൊരു മെസ്സേജ് ആയിട്ട് എടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ എടുക്കുക. പിന്നെ കുറെ ആൾക്കാർ എന്തത് ബ്ലറാക്കാൻ, അതുകൊണ്ട് നിന്നെ ഞാൻ സബ് അടിക്കുന്നില്ല എന്ന് പറയുന്നത്. അത് ബ്ലറാക്കണ്ട, അതാണ് കിടക്കാണ്, സമൂഹം മുഴുവൻ കാണട്ടെ. അതിനു വേണ്ടിയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. കിടക്കട്ടെ അവിടെ. ഇങ്ങനെ കാണിച്ചാൽ സമ്പത്ത് ഉണ്ടാക്കാം എന്നുള്ള ഒരു സാധനം കാണിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് ഇത് കാണുമ്പോൾ നമ്മുടെ മക്കൾ അങ്ങനെ ആവരുതേ എന്നൊരു തോട്ട് ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ്. നമ്മളാണ് തുടക്കം ഇവരെ ഡ്രൈവ് ചെയ്യേണ്ടത്. ഒരു 18 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല, എന്താവും പറയാനില്ല. അപ്പൊ അതുവരെ നമ്മൾ കൊടുക്കുന്ന ആ മൂല്യങ്ങളുണ്ട്, ആ മൂല്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇവരൊക്കെ മുന്നോട്ട് പോകാൻ. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.